ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ഹിന്ദുക്കളുടെ വീടുകളിൽ ഉണ്ടാകുന്ന പട്ടികൾക്ക് ടിപ്പു ടിപ്പു എന്ന് പേരിട്ടത് എന്ന് ഇന്ന് നമുക്കറിയാം. കാരണം ഇന്ന് വിജ്ഞാനം വിരൽ തുമ്പിലാണ്. നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, അതിനകത്ത് ഡേറ്റ കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതു വിവരവും സത്യത്തിൻ്റെ പിന്നാലെ അന്വേഷിച്ചു പോയി കണ്ടെത്താൻ സാധിക്കും. അന്വേഷണത്തൊരേ ഒരാളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളിലെ ആ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ സത്യത്തിലേക്ക് അയാൾ ഓടിയടുക്കുക തന്നെ ചെയ്യും. അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉള്ളിലുണ്ടെങ്കിൽ എന്തായിരുന്നാലും. ടിപ്പു സുൽത്താൻ ഒരു പക്ഷെ എന്തുകൊണ്ടാണ് കേരളം പിടിക്കാൻ സാധിക്കാത്തത് എന്ന് ഞാനടക്കം പലരും ചിന്തിച്ചിട്ടുള്ള വസ്തുതയായിരിക്കാം. എന്തുകൊണ്ടാണ് മൈസൂറിൽ മാത്രം കക്ഷി അങ്ങ് ഒതുങ്ങി നിന്നത്? കേരളത്തിൽ അന്ന് അദ്ദേഹത്തിന് വളക്കൂറുള്ള ഒരു സാഹചര്യവും മണ്ണുമായിരുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം കേരളം വിട്ടു? കേരളം വിട്ടതല്ല, കേരളത്തിൽ നിന്നും ടിപ്പുവിനെ അടിച്ചോടിച്ചതായിരുന്നു. അതിന് നേതൃത്വം നൽകിയതാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാനും നല്ല ഒരു പോരാളിയും കൂടിയായ രാജാ കേശവദാസ് അഥവാ രാജാ കേശവദാസൻ എന്ന് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ച വ്യക്തി. ഇതാണ് ചിത്രം. ഇത് വേറെ ആരും പറഞ്ഞതല്ല, ചരിത്രകാരനായ MG ശശിഭൂഷൺ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നെടുത്ത് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ നമുക്കായിട്ട് കോർത്തിണക്കി വിടുകയാണ്. പെരിയാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് ടിപ്പു സുൽത്താന്റെ സൈന്യം തിരുവിതാംകൂറിനെ കീഴടക്കാതെ മടങ്ങിപ്പോയത് എന്ന കഥ ചില ചരിത്രകാരന്മാർ ബോധപൂർവം കെട്ടിച്ചമച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് MG ശശിഭൂഷൺ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. 1789 ഡിസംബർ 28 ടിപ്പു സുൽത്താൻ ആദ്യമായി തിരുവിതാംകൂറിനെ ആക്രമിച്ചത്. അന്നത്തെ ആക്രമണത്തിനിടയിൽ ടിപ്പു സുൽത്താന് പരാജയമുണ്ടായി. അന്ന് ടിപ്പു സുൽത്താനെ ഒരു കിടങ്ങിലേക്ക് തള്ളിയിടുകയായിരുന്നു. കോട്ടയ്ക്കുള്ളിലെ വൻ രഹസ്യ അറകളുണ്ട്. അതിൽ മറഞ്ഞിരുന്ന പട്ടാളക്കാർ അപ്രതീക്ഷിതമായി പ്രത്യാക്രമണം നടത്തുകയായിരുന്നത്രേ. ഇത് ടിപ്പുവിന്റെ സൈന്യം തീരെ പ്രതീക്ഷിച്ച രൂപത്തിലൊരു ആക്രമണമായിരുന്നില്ല. അങ്ങനെ ആദ്യ പരാജയത്തിന് ശേഷം തൊട്ടടുത്ത വർഷം ടിപ്പു വീണ്ടും തിരുവിതാംകൂർ കീഴടക്കാനെത്തി. ആ ആക്രമണത്തിൽ അദ്ദേഹം നെടുങ്കോട്ട എന്ന മൺകോട്ട കുറെ ദൂരം പൊളിച്ചു കളയുകയും ചെയ്തു. എന്നാൽ അതിനിടയിൽ പെരിയാറിൽ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ സൈന്യം മുങ്ങിയതിനെ തുടർന്ന് ടിപ്പു മടങ്ങിപ്പോയി എന്നതാണ് ഒരു കഥയെന്നും ശശിഭൂഷൺ ഓർത്തെടുക്കുന്നു. എങ്ങനെയോ പെരിയാറിൽ വെള്ളപ്പൊക്കമുണ്ടായി എന്നത് ശരിയാണ്. ഇതേ തുടർന്നാണ് ടിപ്പുവിന്റെ സൈന്യം മടങ്ങിയത്. എന്നാൽ രാജാ കേശവദാസിന്റെ സൈന്യവും ബ്രിട്ടീഷ് സൈന്യവും ചേർന്ന് ടിപ്പുവിനെ പിന്തുടർന്ന് ഓടിച്ചു എന്നതാണ് വാസ്തവം. പാലക്കാട് വരെ ടിപ്പുവിനെ ഓടിച്ചു. പാലക്കാട് കോട്ട അന്ന് ടിപ്പുവിന്റെ കൈവശമാണ്. എന്നാൽ പാലക്കാട് വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ ടിപ്പു സുൽത്താന്റെ മുഴുവൻ സൈന്യത്തെയും കോട്ടയിൽ നിന്നും പുറത്താക്കാൻ രാജാ കേശവദാസിന്റെ സൈന്യത്തിന് സാധിച്ചു. ടിപ്പു തോറ്റോടി. ഇക്കാര്യം കാഞ്ഞൂർ പള്ളിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു കോപ്പി തൃശൂരിലെ ആർക്കിയോളജി വകുപ്പിലുമുണ്ട്. പാലക്കാട് നിന്ന് ഓടിയ ടിപ്പുവിനെ കോയമ്പത്തൂർ വരെ ഓടിച്ചു. പിന്നീട് രാജാ കേശവദാസിന്റെ സൈന്യം ശ്രീരംഗപട്ടണം വരെ ഓടിച്ചു എന്നതാണ് യാഥാർത്ഥ്യമെന്നും MG ശശിഭൂഷൺ പറയുന്നു. എന്നാൽ രാജാ കേശവദാസ് എന്ന സൈനിക മേധാവി കൂടിയായ തിരുവിതാംകൂർ ദിവാന്റെ ധീരത മറച്ചുവെക്കാൻ ചില ചരിത്രകാരന്മാർ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ശശിഭൂഷൺ പറയുന്നത്. രാജാ കേശവദാസിന്റെ ധീരത മറച്ചുവെക്കാനാണ് ചരിത്രകാരന്മാർ പെരിയാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് രണ്ട് കഥകൾ പ്രചരിപ്പിച്ചതെന്നും ശശിഭൂഷൺ പറയുന്നു. പെരിയാറിലെ രണ്ട് കൈവഴികളിൽ വളരെ പെട്ടെന്നുണ്ടായ അസാധാരണമായ വെള്ളപ്പൊക്കത്തിന് കാരണം കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാരി കാര്യക്കാർ ഭൂതത്താൻ കെട്ട് എന്ന അണക്കെട്ട് പൊട്ടിച്ചതാണ് എന്നതാണ് ഒരു കഥ. ഇതേക്കുറിച്ച് രാമരാജ ബഹദൂർ എന്ന നോവലിൽ CV രാമൻ പിള്ള പരാമർശിക്കുന്നുമുണ്ട്. പൂഞ്ഞാറിലെ രാജകുടുംബത്തിലെ അംഗങ്ങൾ ഈ അണക്കെട്ട് പൊട്ടിക്കാൻ കുഞ്ചിക്കുട്ടിപ്പിള്ള കാര്യക്കാരുടെ കൂടെ പോയിട്ടുണ്ട് എന്ന് പൂഞ്ഞാർ കുടുംബത്തിലെ പിൻഗാമികളും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ചരിത്രപരമായി ശരിയല്ല ഇതെല്ലാം കെട്ടുകഥയാണ് എന്നും ശശിഭൂഷൺ പറയുന്നു. കാരണം ഇങ്ങനെ ഒരു അണക്കെട്ട് പൊട്ടിച്ചതായിട്ടോ
പൊട്ടിയതായിട്ടോ ചരിത്രരേഖകളിൽ എവിടെയുമില്ല. ഇത് CV രാമൻപിള്ളയുടെ ഒരു ഭാവന മാത്രമാണ് എന്ന് ശശിഭൂഷൺ പറയുന്നു. ആലുവ പുഴയുടെ തീരത്ത് ടിപ്പു സുൽത്താൻ എതിരായി നടത്തിയ യാഗം മൂലമാണ് വെള്ളപ്പൊക്കമുണ്ടായത് എന്നതാണ് മറ്റൊരു കെട്ടുകഥയെന്നും ശശിഭൂഷൺ. രാജാ കേശവദാസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു യാഗം ആലുവ പുഴയുടെ തീരത്ത് നടന്നിട്ടുണ്ട്. കൊച്ചി രാജാവ് കാർത്തിക തിരുനാൾ മഹാരാജാവായിരുന്നു ആ യാഗത്തിന്റെ യജമാനൻ. പക്ഷേ ആ യാഗത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും ശശിഭൂഷൺ. CV രാമൻപിള്ള രചിച്ച ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ 2 ചരിത്ര നോവലുകൾ രാജാ കേശവദാസ് എന്ന ധീരനായ ദിവാനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉള്ള വസ്തുതയാണ്. ഇന്ത്യയുടെ മതേതരത്വ സങ്കല്പം എപ്പോഴാണ് തകരാറിലായത് എന്ന് നമുക്കറിയാം. വളച്ചൊടിക്കപ്പെട്ട സ്വന്തം രാജ്യത്തിന്റെ ചരിത്രം പഠിക്കേണ്ടി വന്ന നമ്മളെക്കാൾ ഹതഭാഗ്യവാന്മാരായി ഒരുപക്ഷെ ആരും ഉണ്ടാകാനിടയില്ല. ടിപ്പു 2 തവണ ശ്രീ പത്മനാഭ ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി വന്നിരുന്ന ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടു മറന്നുപോയതാണ്. ആലുവ ഭാഗത്ത് ടിപ്പുവിന്റെ പീരങ്കികൾ കടന്നു വരാത്ത നെടുങ്കോട്ട കെട്ടിയ ചരിത്രം നമ്മൾ അറിയണം. എത്ര പേർക്ക് ടിപ്പുവിനെ മുടന്തനാക്കിയ വൈക്കം പത്മനാഭ പിള്ളയെ കുറിച്ചിട്ട് അറിയാം. നമ്മൾ പഠിച്ച ചരിത്രങ്ങളിലൊക്കെ ടിപ്പു എന്തോ വലിയ മഹാനായിരുന്നു. പേടിത്തൊണ്ടനായ ടിപ്പുവിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരുന്നില്ല. വാര്യംകുന്നനു വേണ്ടി സ്മാരകവും ഓഡിറ്റോറിയവും ഇപ്പോഴും മലപ്പുറം ടൗണിലുണ്ട്. ടിപ്പുവിന്റെ ആക്രമണത്തെ തടുത്ത പത്മനാഭ പിള്ളയെ സ്മരിക്കാൻ ഉതകുന്ന ഒരു വരി പോലും നമ്മുടെ പാഠപുസ്തകങ്ങളിലില്ല. അതായത് ടിപ്പു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ കേരളത്തെ അദ്ദേഹം എത്രമാത്രം മാറ്റുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. തിരുവനന്തപുരത്ത് രാജാക്കന്മാരുണ്ടാകുമായിരുന്നില്ല, അവരുടെ സ്ഥാപനങ്ങൾ ഇന്നുണ്ടാകുമായിരുന്നില്ല. അതിന്റെ സ്ഥാനത്ത് വലിയ വലിയ മുസ്ലിം പള്ളികൾ ഉയർന്നു വരുമായിരുന്നു. തിരുവനന്തപുരത്തുള്ള അധികം ആളുകൾക്ക് പോലും ഒരുപക്ഷെ അറിയാത്ത ശ്രീ പത്മനാഭ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന, അവിടെ ആക്രമിക്കാൻ വന്ന പല അക്രമികളെയും ചൂണ്ടുവിരലിൽ നിർത്തിയ ചരിത്രമുള്ള മഹാരാജാക്കന്മാർ മുമ്പ് കാലത്തുണ്ടായിരുന്നു. അന്ന് ഉയർന്നു നിന്ന പല ക്ഷേത്രങ്ങളും പിന്നീട് മസ്ജിദുകളായി മാറി. ശ്രീരംഗപട്ടണം ജാമിയ മസ്ജിദിന്റെ താഴെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നും അത് സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ കർണാടക ഹൈക്കോടതി നോട്ടീസ് അയച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ്. കർണാടക സർക്കാർ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, മറ്റ് കക്ഷികൾ എന്നിവർക്കായിരുന്നു നോട്ടീസ് അയച്ചത്. ശ്രീരംഗപട്ടണത്തെ മൂഢലബാഗിലു ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് ടിപ്പു സുൽത്താൻ പള്ളി നിർമ്മിക്കുകയായിരുന്നു എന്ന് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഹർജിക്കാർ ഉന്നയിച്ച സമിതി സംരക്ഷിത സ്മാരകമാണെന്നും റിട്ട് അധികാര പരിധിയിൽ മാറ്റം വരുത്തുന്നത് ബുദ്ധിമുട്ടാണെന്നും ചീഫ് ജസ്റ്റിസ് NV അഞ്ചാരിയ, ജസ്റ്റിസ് KV അരവിന്ദ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വാക്കാൽ അഭിപ്രായപ്പെട്ടത്. സ്ഥലത്ത് സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ട് ബജ്രനാഗസേന എന്ന സംഘടനയാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിക്കുന്നത്. 1958 പുരാതന സ്മാരകങ്ങളുടെയും പുരാവസ്തു സ്ഥലങ്ങളുടെയും നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് മൂടാലബാഗിലു ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിന്റെ സർവേയും ഖനനവും നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് സംഘടന കോടതിയെ സമീപിക്കുന്നത്. 1786 മുതൽ 1789 വരെയുള്ള കാലഘട്ടങ്ങളിൽ ശ്രീരംഗപട്ടണത്ത് ജാമിയ മസ്ജിദ് നിർമ്മിക്കുന്നതിന് വേണ്ടി ടിപ്പു സുൽത്താൻ നിയമവിരുദ്ധമായി ക്ഷേത്രത്തിന്റെ ഭാഗം തകർക്കുകയായിരുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഓരോ ഇന്ത്യക്കാരനും തന്റെ മതം സമാധാനപൂർണമായി ആചരിക്കാൻ അവസരമുണ്ട്. ആക്രമകാരികൾ ചെയ്ത ചരിത്രപരമായിട്ടുള്ള തെറ്റുകൾ തിരുത്തലും പരിഹരിക്കലും മതേതര സർക്കാരിന്റെ കടമയാണെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. മതവിദ്വേഷത്താൽ ടിപ്പു സുൽത്താൻ ക്ഷേത്രം മനഃപൂർവ്വം തകർക്കുകയായിരുന്നെന്നും അവിടെ പള്ളി നിർമ്മിക്കുകയും ചെയ്തതിന്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ, തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് വാദിക്കാരൻ ആവശ്യപ്പെട്ടത്. വിഗ്രഹങ്ങളും മറ്റും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പള്ളിക്കകത്ത് മദ്രസ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. ഇന്ന് 1958 നിയമത്തിന് വിരുദ്ധമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു. മദ്രസയിലും മറ്റും അനധികൃതമായി താമസിക്കുന്നവരെയും പള്ളിയും ഒഴിപ്പിച്ച് സ്ഥലം നിയമപ്രകാരം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ഒരുപക്ഷെ കേരളത്തിൽ ടിപ്പു ഏതാണ്ടൊന്ന് പിടിച്ചടക്കാൻ ടിപ്പുവിന് സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം
എപ്പോഴേ മസ്ജിദുകളായി ഉയർന്നു പൊങ്ങുമായിരുന്നു. നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്ത ചരിത്രമല്ല ശരിയായ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രം. ടിപ്പുവിന്റെ ചിത്രം പോലും മായ്ക്കപ്പെട്ടതാണ്, മറയ്ക്കപ്പെട്ടതാണ്. നമ്മൾ ഈ കാണുന്ന രാജകീയമായിട്ടുള്ള പ്രൗഢിയോടുകൂടിയുള്ള ഒരു വ്യക്തി അല്ല ടിപ്പു സുൽത്താൻ. ടിപ്പുവിന്റെ ചിത്രം നിങ്ങൾ ഗൂഗിളിൽ തപ്പിയാൽ തന്നെ ശരിക്കും യഥാർത്ഥ ടിപ്പുവിന്റെ ചിത്രം കിട്ടും. നന്ദി.